പ്രധാനപ്പെട്ട നടൻ അദ്ദേഹം എത്തിയിട്ടില്ല, ഉടനെ വരും. പിന്നെയുള്ളത് ഞങ്ങളെല്ലാം സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ലുക്മാൻ സാർ. സാർ പ്ലീസ് 200 കോടി ശേഷം അദ്ദേഹം വിളിക്കുന്ന ആദ്യത്തിനാണ്. കാർത്തിക് എത്തിയിട്ടില്ല. അനഘ പ്ലീസ്. ഫ്രാങ്കോ ബാക്കിയെല്ലാം പ്ലീസ്. സ്വാതി ഒളിച്ചിരിക്കുന്ന ഞങ്ങളുടെ ബേബിജി. ഇനി വിളിക്കാനൊന്നും പറ്റില്ല, എല്ലാവരും വാ. തല്ലുമാലിക്ക് ശേഷമുള്ള ഒരു ആക്ഷൻ സിനിമയല്ല ഇത്. ആക്ച്വലി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്പോർട്സ് കോമഡി സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പോർട്സാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ബേസായിട്ട് വരുന്നത്. ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളുടെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും. കഥാപശ്ചാത്തലം അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. സോ ഇതൊരു ടീനേജ് സ്പോർട്സ് കോമഡി സിനിമയാണ്, ഒരു ആക്ഷൻ സിനിമയാണ്. എല്ലാ ഏത് സിനിമകളെല്ലാം ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ് എല്ലാം പലതും. എന്താണ് അങ്ങനെ പലതും ചൂസ് അങ്ങനെ ചൂസ് ചെയ്യുന്നതല്ല, അതായത് ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യുന്നതല്ല. ഓരോ കഥകൾ ഇഷ്ടപ്പെടുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ്. പക്ഷേ ഈ ബോക്സിംഗ് എന്ന് പറയുന്ന സ്പോർട്ടാണ് നമ്മൾ ഈ സിനിമയിൽ ബേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ആ സ്പോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്പോർട്ടാണ്. അതിലുമായിട്ട് കണക്ട് ആയി വരുന്നൊരു കഥ വന്നപ്പോൾ ചെയ്തു വന്നു. ആലപ്പുഴയിലുള്ള സ്റ്റോറിയാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയാനായിട്ട് ആലപ്പുഴയിലുള്ള ആളുകളുടെ കഥയാണ്. അവിടെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ആലപ്പുഴയാണ് ലൊക്കേഷൻ ബേസ് ചെയ്യുന്നത്. അപ്പോൾ റഹ്മാൻ സാർ പറഞ്ഞ പോലെ തന്നെ 200 കോടിക്ക് ശേഷമുള്ള ആദ്യത്തെ സിനിമ. എന്താണ് ഒരു പ്രതീക്ഷ? വലിയ പ്രതീക്ഷ. പിന്നെ റഹ്മാനിക്കയുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇവിടെ ഫസ്റ്റ് പടം സെക്കൻഡ് പടം തൊട്ട് ഞാൻ ചാൻസ് വെച്ച് നടക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് ആ ലോട്ടറി വീണത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. സ്പോർട്സ് കോമഡി ജോണറാണ്. ഇത് ചെയ്യാത്തൊരു പരിപാടിയാണ്, നല്ല അധ്വാനമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ തന്നെ കൺസിഡർ ചെയ്ത് നല്ല ക്രൂ ആണ്, കാസ്റ്റും കുറേ ലൈക്ക് യങ്സ്റ്റേഴ്സാണ്. നസ്ലിനുണ്ട്, ലുക്കുണ്ട്, ഏലക്കയുണ്ട്, സന്ദീപുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര ഫ്രഷായിട്ടുള്ളൊരു പരിപാടിയാണ്. ബാക്കി ഇനി 10-50 ദിവസത്തെ പരിപാടിയാണ്. വിഷമത്തും എറണാകുളത്തും ആലപ്പുഴയൊക്കെ ആയിട്ട് ബേസ് ചെയ്ത് നടക്കുന്ന പരിപാടിയാണ്. എന്തായാലും ഇതൊരു പുതിയ പരിപാടിയായിരിക്കും മലയാള സിനിമയിൽ. ഇതുവരെ കാണാത്തൊരു പരിപാടിയാണ്. എന്തായാലും
പിന്നെ ഫൈറ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ പരിപാടി. എൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞുകളുടെ റിലീസും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്നിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രെയിനിങ് നടക്കുന്നുണ്ട്. നമ്മുടെ കോച്ച് വന്നിട്ട് ബോക്സിംഗ് കോച്ച് വന്നിട്ട് ജോഫിൽ എന്ന് പറഞ്ഞ ആളാണ്. നമ്മുടെ വെയിറ്റ് ട്രെയിനിങ് കോച്ച് എന്ന് പറയുന്നത് ഷിഫാസ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള സഹകരണവും അധ്വാനവും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പരിപാടികൾ പോകുന്നു. നന്നായിട്ട് ഒരു പ്രതീക്ഷിക്കുന്നു. റീസെൻ്റായിട്ട് ടോവിനോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് റിയലിസ്റ്റിക് കാര്യങ്ങൾ ചെയ്യാനാണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പോൾ ഈ ഫൈറ്റും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും നല്ല കിട്ടുന്ന ഒരു പേടി ഇതൊക്കെയാണ്. ശരിക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഓരോരുത്തർക്ക് ചെറിയ ഇഞ്ചുറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റസ്ലിനായാലും ലുക്കൂനൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു പരിപാടി. ലൈക്ക് എന്താ പറയുക, ബോക്സിംഗ് ആകുമ്പോൾ കുറേ പഞ്ച് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കിട്ടിയാലും തിരിച്ചു കൊടുക്കാമെന്നൊരു അത് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഓക്കെ. അല്ല, ഞാനും എല്ലാവരെ പോലെ തന്നെ ഞാനത് എങ്ങനെ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തല്ലുമാല പോലെ ഒരു സിനിമയല്ല, ഇത് വേറെ തന്നെ ഒരു റഹ്മാൻ്റെ സ്റ്റൈൽ അറിയാമല്ലോ, എല്ലാ സിനിമയും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് സത്യത്തിൽ എനിക്കും അത്രയൊക്കെ തന്നെ അറിയാം. ആൾ തന്നെയാണ്. ഇതിനകത്ത് കൂടുതൽ ഇപ്പോൾ ഫൈറ്റും കാര്യങ്ങളുണ്ട്, ബോക്സിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആളുടെ ഒരു ഡയറക്ഷനിലുള്ളൊരു അത് അല്ല, റഹ്മാൻകാരുടെ കൂടെ വർക്ക് ചെയ്യുക, റഹ്മാൻ കാലത്തിനോട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് എപ്പോഴും എല്ലാ ആക്ടേഴ്സിനും സന്തോഷമുള്ളതാണ്. അതുപോലെ എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ 3ാമത്തെ സിനിമയാണ് ഉണ്ട, തല്ലുമാല, ഇപ്പോൾ ഈ പടം. അപ്പോൾ എന്തായാലും എല്ലാം അടിപൊളിയായി വരട്ടെ. നല്ല 3 മാസങ്ങളായി ബോക്സിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറയണം. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ, ഹാർഡ് വർക്കിംഗ് 3 മാസമായിട്ട് ഞങ്ങൾ എല്ലാ ആക്ടേഴ്സും എല്ലാ കാസ്റ്റ് എല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിലും ബോക്സിങ് ആണെങ്കിലും എല്ലാം. അപ്പോൾ അതിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടായി ഇതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒക്കെ അപ്പുറം സിനിമ എങ്ങനെ വരും ടോട്ടലി ഇതിൻ്റെ ഔട്ട്പുട്ടാണല്ലോ. ഇപ്പോൾ നമ്മൾ എന്താ സംസാരിക്കണം എന്നുള്ളതിലല്ലേ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിനു മുമ്പ് ചെയ്ത് തല്ലുമാല ഒരു ഫൈറ്റ് മൂവി തന്നെയാണ്, ഇതൊരു ഫൈറ്റും കാര്യങ്ങളും. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം, രണ്ടും ഡിഫറൻ്റ്ലി വ്യത്യാസം ഉണ്ടാവും. എന്തായാലും വേറെ തന്നെ പരിപാടിയായിരിക്കും ഇത്. മറ്റെന്താണെന്ന് വെച്ചാൽ തല്ലുമാല ഒരു വേറെ സ്റ്റൈൽ ഓഫ് പരിപാടിയല്ലേ. അവർ അറിയാലോ, ഇതിപ്പോൾ ഞാനല്ല പറഞ്ഞത്, റഹ്മാനെ അറിയാലോ, എല്ലാവർക്കും അറിയണമല്ല. അവൻ്റെ എല്ലാ സിനിമകളും 4 സിനിമകളും എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ ഇത് വേറെ തരം സിനിമയായിരിക്കും. എന്നിട്ട് ഇതിലും ഫൈറ്റ് ഉണ്ട്. അത് ബോക്സിങ് തന്നെയാണ്, അമേച്ചർ ബോക്സിംഗ് ആണ് മെയിനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് എന്തായാലും ബാക്കി ഷൂട്ട് നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒരുപാട് നന്ദി. താങ്ക് യു. സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം. നല്ലൊരു പ്രൊജക്റ്റാണ്. നല്ല എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വരാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇതിനായി വലിയ രീതിയിൽ റഹ്മാനൊക്കെ ഒരുമിച്ചാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ? തീർച്ചയായിട്ടും തുടക്കം മുതലേ റഹ്മാൻകാരുടെ പടങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. റഹ്മാൻകാരുടെ പടങ്ങളെല്ലാം ഇഷ്ടമുള്ള ഒരാളാണ്. കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ബോക്സിംഗ് പഠിക്കുന്നതായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി വീഡിയോസ് അല്ല, ഒരു ഫോട്ടോ ഇതേപോലെ ഇതൊരു ബോക്സിംഗ് റിലേറ്റഡ് മൂവിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രാക്ടീസ്. ഒരു കോമഡി റോളുകളാണ്. ഇതായിട്ട് എക്സ്പ്ലോർ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ജോണർ സിനിമയാണല്ലോ, ഫൈറ്റും കാര്യങ്ങളും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക, കമ്പോളും ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രൊജക്റ്റിൽ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അത് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ് അതെങ്ങനെ വരും എന്നുള്ളത് അറിയാനായിട്ട്. കൂടുതലും ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പുതിയ ആൾക്കാർ, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അല്ലല്ല, ഇതിനു മുമ്പും എനിക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. സന്ദീപ് ആണെങ്കിലും ഫ്രാങ്കോ ഉണ്ട് ഇതിൽ. അപ്പോൾ തണ്ണീർമത്തലിനെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ഇവരെല്ലാവരും നേരത്തെ അറിയുന്നതാണ്. വർക്ക് ചെയ്യുന്നത് കുറേ നാൾക്ക് ശേഷം, ഇപ്പോൾ ഫ്രാങ്കോനായിട്ട് കുറേ നാൾക്ക് ശേഷമാണ്. പിന്നെ ബാക്കി ഉള്ളവരായിട്ടെല്ലാം ആദ്യമായിട്ടാണ്. പിന്നെ ഗണപതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ലുക്കുനെ അറിയാം. അപ്പോൾ എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ ഒരു റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആളുടെ ഓരോ സിനിമകളും ഓരോ ടൈപ്പ് ഓഫ് ജോണർ പലത് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഡയറക്ടറാണ്. അപ്പോൾ ആളുടെ ഒരു സിനിമയിലേക്ക് ഒരു ഓഫർ വരിക, ഇങ്ങനെ ഒരു സംഭവം വരിക എന്ന് ആദ്യമേ തന്നെ വന്നപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്?
ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ കഥ കേട്ട് അത് ഭയങ്കര രസമുണ്ട്. അപ്പോൾ അത് കൂടുതൽ സന്തോഷം തോന്നി. അതിലേക്ക് ഇന്നവൻ അതിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. നെസ്ലിന് ഈ റോൾ എത്രത്തോളം ചാലഞ്ച് ചെയ്യണം? കാര്യം കണ്ടുവരുന്ന ഒരു സിനിമയിൽ പോലെയല്ലേ, ഇതൊരു ബോക്സിംഗ് ടൈപ്പ് മൂവിയാണെന്ന് പറഞ്ഞു അല്ലേ? ഇത് ബോക്സിംഗ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് കോമഡി ജേർണറിൽ വരുന്ന ഒരു മൂവി ആണ്. അപ്പോൾ തീർച്ചയായും കോമഡി എലമെന്റ്സും എല്ലാം ഉള്ളൊരു പരിപാടിയാണ്. നോക്കാം എന്തായാലും. ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഈ പരിപാടി എങ്ങനെ വരും എന്നുള്ളത് അറിയാനായി. ബോക്സിംഗ് പ്രാക്ടീസ് നടന്നപ്പോൾ ഇവരോടൊപ്പം പ്രാക്ടീസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഫണ്ണായിരുന്നു? ഭയങ്കര ഫണ്ണായിരുന്നു. എല്ലാവരുമായിട്ട് ഒരു റാപ്പ് ഇതിന് മുമ്പേ തന്നെ കുറച്ച് നാൾ മുമ്പേ ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ടും ആ ഒരു റാപ്പും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. ഈ സിനിമ കഴിയുമ്പം ആക്ഷൻ ഹീറോ ആയിട്ട് മാറോ നെസ്ലിൻ? എനിക്കറിയില്ല. പ്രൈമറി 2 എന്തായാലും 2025 ആവും എന്തായാലും. പുതിയ കാസ്റ്റ് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? അതൊന്നും എനിക്കറിയില്ല. എല്ലാം ഗിരീഷേട്ടനോടും ഭാവന സ്റ്റുഡിയോസിനോടും ഒക്കെ ചോദിക്കേണ്ടി വരും. അടിപൊളി. എന്തായാലും താങ്ക് യു എല്ലാവരോടും വന്നതിൽ.